ഈ അടുത്ത കാലത്തൊന്നും നമ്മളൊരു ട്രിപ്പിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊരു യാത്ര പോവാന്ന് വിചാരിച്ചു. നമ്മളുടെ അടുത്ത് വീടിൻ്റെ അവിടുന്ന് ഒരു 1 അവർ യാത്ര. വണ്ടല്ലൂർ സൂവില് സുവോളജിക്കൽ പാർക്കിലേക്കാണ്. ലാസ്റ്റ് ഇയർ ജാർഖണ്ഡ് ബൊക്കാറോ ആയിരിക്കുമ്പം അവിടെ ഒരു സൂ നമ്മൾ പോയിരുന്നു. പക്ഷേ എൻട്രി കിട്ടാതെ ആയപ്പം തിരിച്ച് പോരേണ്ടി വന്നു. ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അപ്പം നമ്മളവിടെ എത്തി. പാർക്കിംഗ് നമുക്ക് അവിടെ കിട്ടിയില്ല, ഫ്രണ്ടിലുള്ള പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ദൂരേക്ക് മാറിയിട്ട് വേറൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ എത്തി. അപ്പോൾ തിരിച്ച് ഇനി എങ്ങനെ ഓട്ടോ കയറി പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് അവിടെ ബസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ പാർക്കിങ്ങിൽ നമ്മൾ 150 റുപ്പീസാണ് പേയ്മെൻറ്റ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ആ ബസ് കയറിയിട്ട് നമ്മൾ സുവോളജിക്കൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ അവരെത്തിക്കും. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴും അവിടെ നിന്ന് അതേപോലെ പാർക്കിങ്ങിലേക്ക് ഈ ബസ്സിൽ തന്നെ വരാം. അവിടെ എത്തി നമുക്ക് എൻട്രി ഫീ ഉണ്ട് വേറെ. അത് പെർ ഹെഡ് 150 റുപ്പീസാണ്. മോന് 5 വയസ്സാവാത്തത് കൊണ്ട് മോന് ഫീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ എൻട്രൻസിൻ്റെ ഇവിടെയൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്, ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ടണൽ പോലെ ഉള്ളൊരു ഏരിയയിലൂടെ കയറിയിട്ട് വേണം. ഇതാണ് മെയിൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അപ്പോഴും നമ്മൾ വിചാരിക്കും എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ സൂവിന് നമ്മളെ മൃഗങ്ങളെയൊക്കെ കാണുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇതുപോലെയുള്ള സ്റ്റാച്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പം മോൻ തന്നെ ചോദിച്ചു, അമ്മേ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആനിമൽസ് ആണ് ഉണ്ടാവുക, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒറിജിനൽ അല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് ഒരു സൈഡിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നടന്ന് എങ്ങനെയൊക്കെയാന്ന് കാണാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ബാറ്ററി കാറ്, അതുപോലെ ജംഗിൾ സഫാരി ഒരു ബസ് ഉണ്ട്, പിന്നെ സൈക്കിൾ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതൊന്നും എടുക്കണമെന്നില്ല, നമുക്ക് ഫുൾ റൗണ്ട് നടന്ന് കാണാൻ പറ്റും. പക്ഷെ ഇത് ഒരുപാട് ഏരിയ ഉള്ളത് കാരണം നമ്മൾ ജംഗിൾ സഫാരി ബസ്സിൽ കയറാമെന്ന് ചോദിച്ചാൽ അവിടെ ടിക്കറ്റ് അതിനും ഫീ ഉണ്ട്. പെർ ഹെഡ് 200 റുപ്പീസാണ്. നമ്മൾ നേരെ അവിടെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയി എടുക്കാൻ നോക്കിയപ്പം 1 അവർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബാറ്ററി കാർ ചെയ്തു. ബാറ്ററി കാർ പെർ ഹെഡ് 150 ആണ്. അപ്പം നമ്മൾ അപ്പോഴും വിചാരിക്കുന്നത് ഈ കാറിൽ കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് ഫുൾ അവർ കാണിച്ചു തരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ കുറച്ചൊരു മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ അവിടെ നിർത്തും. എന്നിട്ട് അവർ പറഞ്ഞുതരും, ഇതിലെ കറങ്ങിയിട്ട് നിങ്ങൾ കാണേണ്ടതൊക്കെ കണ്ടിട്ട് വേറൊരു പോയിന്റ് പറഞ്ഞുതരും, ബോർഡിംഗ് പോയിന്റ്. അവിടെ നിങ്ങൾ നിന്നാൽ മതി, വേറെ കാറ് വന്നിട്ട് അവിടുന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക്, പിന്നെ ആ പോയിന്റിൽ നമ്മൾ വേറെ കാർ എടുത്തിട്ട് പോവുക, വേറൊരു ഡെസ്റ്റിനേഷനിൽ അവിടെ അവർ നിർത്തും. പിന്നെ അവിടെ ഉള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് അവിടുന്ന് വേറൊരു ഏരിയയിൽ നിന്ന് കയറണം. അങ്ങനെ 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 ആണ് കേട്ടോ പോവാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയാണ് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ അവര് നമ്മളെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തി. നമ്മൾ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റിയത് കുറേ ബേർഡ്സ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് ഇനി എത്ര നമ്മളൊക്കെ കറങ്ങാനുണ്ട്, എത്രത്തോളം കാണാനുണ്ട് എന്നൊന്നും മനസ്സിലാവാത്തൊരു പോലെയാണ് കേട്ടോ. നമ്മൾ പീകോക്ക് എന്ന് പറയും, പീഫോൾ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ അതിനെയൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പീകോക്ക് ഉണ്ടായിരുന്നു. വൈറ്റ് പീകോക്കിനെയൊക്കെ കണ്ടു. ആദ്യമൊക്കെ ഇതുപോലെ കുറേ ബേർഡ്സിനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോഴൊക്കെ കുറേയൊക്കെ ഈ ചെറിയ ചെറിയ നെറ്റ് ആയതുകൊണ്ട് ഉള്ളിലൂടെ എനിക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതിലൂടെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം മൗസ് ഡിയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളുടെ മാനാണ്. ഒരു എലിമാൻ, അതിൻ്റെ മലയാളം അങ്ങനെയാ തോന്നുന്നുണ്ട്. ചെറിയൊരു സാധനം അതങ്ങനെ അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. പിന്നെ ബട്ടർഫ്ലൈസിൻ്റെ ഏരിയ ആണ്, അതിലെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ പക്ഷേ ഇവിടെ നമ്മൾ സാധാരണത്തെ ബട്ടർഫ്ലൈസിനൊന്നും നമുക്ക് കാണാൻ അധികമൊന്നും പറ്റിയിട്ടില്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈസിൻ്റെ എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് കാര്യമായിട്ടൊന്നും ബട്ടർഫ്ലൈസിനെയൊന്നും അവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി കൂടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. ഒന്നാമത് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
അതുപോലെ തന്നെ നടക്കാനും നല്ല ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇങ്ങനെ മോനോട് പറഞ്ഞു പോയല്ലോ വിചാരിച്ച് നമ്മൾ പോയതാണ്. പിന്നെ ഇവിടെ കുറച്ച് അവിടെ നടന്നപ്പോൾ നമ്മൾ കുറേ മങ്കീസിനെയൊക്കെ കണ്ടു. മങ്കീസിനെ കൂട്ടിലൊന്നല്ല ഇട്ടിട്ടുള്ളത്, അവർ ചാടിപ്പോവല്ലോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പിന്നെ വരുന്നത് ബ്ലാക്ക് ഷോൾഡർ പീക്കോക്കാണ്. പിന്നീട് നമ്മളൊരു ചെറിയൊരു ടൈപ്പ് പിഫോൾ കണ്ടിട്ടോ. അത് ഒരു ഗ്രേ കളറാണ്, അതിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നുണ്ട്. ഇത്ര സൈസേ ഉള്ളൂ കേട്ടോ. നമ്മൾ കാണുമല്ലോ പീക്കോക്കിന്, അത്ര വലുപ്പമില്ല അതിൻ്റെ ഫെദറിനൊന്നും. ഈ ഒരു സൈസിലാണ് അതിങ്ങനെ പീലി വിരിച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ബേർഡ്സിനെ തന്നെയാണ് കാണുന്നത്. ബ്ലൂ ആൻഡ് ഗോൾഡൻ മാക്കോ, വലിയ ഒരു പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്പീഷീസാണ്. വലുതാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. പിന്നെ വീഡിയോയിൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതിനുശേഷം പിന്നെ വൈറ്റ് കളറിലുള്ള ഒക്കെ ഒരു രീതിയിലുള്ള കണ്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ഒരു കാറ് അവിടെ നിന്ന് എടുത്തു. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഒരു ഫീ ആണ് കേട്ടോ ഉള്ളത്, പെർ ഹെഡ് 150 ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. പിന്നെ നമുക്ക് നമ്മൾ പോയ അതേ കാറിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതാണോ അവൈലബിൾ ഉള്ളത് അതിൽ കയറിയാൽ മതി. നമ്മളെ കയ്യിലൊരു ടാഗ് ഉണ്ടാവും, ആ ടാഗ് അവർക്ക് കാണിച്ചാൽ മതി. അപ്പം ഇത് സ്ലോത്ത് ബിയറാണ്, മരത്തിലൊക്കെ പറ്റി പിടിച്ച് കയറുന്നൊരു തരത്തിലുള്ള ബിയറാണ്. എല്ലാത്തിൻ്റെ അടുത്തുനിന്ന് എന്നെ കൂട്ടി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ഈ വെള്ളത്തിൽ കാണുന്ന നീർനായയാണ് കേട്ടോ. അത് മീനിനെ പിടിച്ച് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ വിസിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. അതിനുശേഷം പിന്നെ കുറേ മാനുകളെ കണ്ടു. പുള്ളിമാനല്ല, ഈ സ്പീഷീസിനെ എന്താണ് പറയാന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ എഴുതി വെച്ചതൊന്നും നോക്കാനൊന്നും വിട്ടുപോയിട്ടോ കാര്യമായിട്ട്. മാനിനെയൊക്കെ കണ്ട് കുറച്ചും കൂടി മേലേക്ക് കയറിപ്പോയാൽ ടൈഗറിനെയും ലയണിനെയൊക്കെ കാണാനുണ്ട്. അപ്പം നമ്മളിനി നെക്സ്റ്റ് ടൈഗറിനെ കാണാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ ബംഗാൾ ടൈഗർ ആണ്. അതിലിങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റിയ ഒരു ടെൻറ്റ് പോലെയൊക്കെ അവിടെ ടൈഗറിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം എന്നെയും കൂട്ടി കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ അങ്ങോട്ട് നടക്കും, കുറേ ഇങ്ങോട്ട് നടക്കും, ഇങ്ങനെ സൈലൻ്റായി ഇങ്ങനെ നടന്നു പോവാണ്. കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ, അതിനെ നോക്കി നിന്നിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. പിന്നെ നെക്സ്റ്റ് ലയണിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ലയണിൻ്റെ അടുത്തെത്തിയപ്പം ലയണിൻ്റെ പിക്ചർ മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ. ടൈഗർ തന്നെ 9 തരം ടൈഗർ ഉണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ടൈഗറിനൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു ടൈഗറിനെയാണ് അപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ഈ ലയണിൻ്റെ അവിടേക്ക് നമ്മൾ നടന്ന് ഒരുപാട് പേര് സൗണ്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു സൈഡ് പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എവിടെയോ ഇരിക്കേ ഉറങ്ങേ എന്തോ ആയിരിക്കാം. വീണ്ടും കുറേ നടക്കേണ്ടി വന്നു. ഫൈനലി നമ്മൾ വീണ്ടും ഒരു ബംഗാൾ ടൈഗറിൻ്റെ അടുത്തെത്തി. അവിടെ അതൊരു ഇതിൻ്റെ എന്താ പറയുക, ഒരു കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വുഡിൻ്റെ ഒരു പാലം പോലെ ഒരു ഹൈറ്റ് ഉള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ മേലെ കിടക്കുകയാണ്, ഉറങ്ങുകയോ മറ്റോ ആണ്. പക്ഷേ വാലുകൊണ്ട് ഇങ്ങനെ വാല് മാത്രം ഇങ്ങനെ ഇളക്കി കളിക്കുന്നുണ്ട്. അവിടുന്ന് അത് കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് എത്തിയത് വൈറ്റ് ടൈഗറിൻ്റെ അടുത്താണ്. അവിടെ 2 ടൈഗർ ഉണ്ട് കേട്ടോ. ആ 2 ടൈഗർ ഒന്ന് അങ്ങനെ ഒരു ഇതിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യാണ്, ഒന്നിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കുറേ നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആനേൻ്റെ അടുത്തെത്തി. 2 ആനേനെയാണ് കണ്ടത്. പിന്നെ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഹിപ്പോപ്പൊട്ടാമസും അതിൻ്റെ ഒരു കുഞ്ഞു കുട്ടീനെയാണ് കാണാൻ പറ്റി, കുറച്ച് ദൂരം നിന്നാണ് കണ്ടത്. പിന്നെ കാണ്ടാമൃഗം റിനോസറസ്, അത് 2 എണ്ണം ഉണ്ടായിരുന്നു. അതിന് നല്ല കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നല്ല വലിയ ഫോട്ടോയൊക്കെ കിട്ടി, അവിടെ നിന്ന് എടുക്കാൻ പറ്റി, കുറച്ച് അടുത്തുനിന്നായത് കാരണം. ഓൾമോസ്റ്റ് നമ്മളൊരു 3 to 4 hours അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് കാണാനോ കവർ ചെയ്യാനോ പറ്റിയിട്ടില്ല, കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ഫോണിൽ സ്പേസ് കുറവായിരുന്നു. ഞാനിപ്പം ഡെയിലി ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ആക്കേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇതൊന്നും പറ്റിയില്ല. ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.